ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്ത് വീഡിയോ ഇടും ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പഴയ റെക്കോർഡ് ഞാൻ കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഈ റെക്കോർഡ് ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇത് എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കാണാന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു കുറച്ച് കഷ്ടപ്പാടല്ലേ ഇത്. അപ്പൊ ജസ്റ്റ് ഇതൊരു വീഡിയോ ആയിട്ട് യൂട്യൂബിൽ കടന്നോട്ടെ എന്ന് വെച്ചു. നമുക്കിനിയിപ്പോ ഈ ഒരു റെക്കോർഡ് എങ്ങനെയും മിസ്സായി പോവുകയാണെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് യൂട്യൂബിലൂടെ കാണാലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക. അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ ചെയ്ത വർക്കൊക്കെ ഒന്ന് കണ്ടോക്കാം. ഞാൻ ഭയങ്കര സംഭവമായിട്ട് ചെയ്തതൊന്നല്ല കേട്ടോ. സാധാരണ പോലെ കുറെ മടിയൊക്കെ പിടിച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് റെക്കോർഡ് വർക്ക് ലാസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയും ചെയ്ത് തീർക്കണ്ടേ എന്ന് വെച്ചിട്ട് ചെയ്ത കുറെ വർക്കുകളൊക്കെ ഉണ്ട് ഇതില്. അപ്പൊ നമുക്കതൊക്കെ ഒന്ന് കണ്ടോക്കാം. ഞാൻ ഓക്സ്ഫോർഡ് കമ്മ്യൂണിറ്റി കോളേജിലായിരുന്നു ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സിന് ചേർന്നുണ്ടായിരുന്നത്. 1 ഇയർ കോഴ്സ് ആയിരുന്നു. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് കണ്ടോക്കാം. ഇതിൽ ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി, ആരി വർക്കിന്റെ കുറച്ച് ബേസ് ഉണ്ടായിരുന്നു, പിന്നെ ഫാബ്രിക് പെയിന്റ്, അങ്ങനെയുള്ള എന്തൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ച സ്റ്റിച്ചുകളാണ് കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണത് യൂട്യൂബിലും കൂടെ ജസ്റ്റ് ഒന്ന് കാണാലോ എന്ന് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാണ്. ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ സ്റ്റിച്ചുകൾ വരുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഏറ്റവും ബേസിക് സ്റ്റിച്ചായ റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ്ങിന്റെ തന്നെ വേരിയേഷൻസ് ആണ് ഇതൊക്കെ. റണ്ണിങ് വിത്ത് വേവ്, ഡബിൾ റണ്ണിങ്, ലേസ്ഡ് റണ്ണിങ്, ലൂപ്ഡ് റണ്ണിങ്, പിന്നെ അടുത്തത് റൈസ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ത്രെഡഡ് ബാക്ക്, സ്റ്റെം സ്റ്റിച്ച്, റിപ്പ്ഡ് സ്റ്റെം, കേബിൾ സ്റ്റെം, ചെയിൻ സ്റ്റിച്ച്, മാജിക് ചെയിൻ. ഓരോ സ്റ്റിച്ചും അതിന്റെ കുറച്ച് വേരിയേഷൻസും കൂടെ നമുക്ക് അവർ പഠിപ്പിച്ചു തരുന്നുണ്ട് കേട്ടോ. ബ്രോക്കൺ ചെയിൻ, റിവേഴ്സ് ചെയിൻ, കേബിൾ ചെയിൻ, ബാസ്ക്യൂ ചെയിൻ, ട്വിസ്റ്റഡ് ചെയിൻ, ഓപ്പൺ ചെയിൻ, സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച്, ലേസി ഡേസി. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ലേസി ഡേസി സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് അതിന്റെ ഡബിൾ ലേസി ഡേസി, ലോങ് ടെയിൽഡ് ലേസി ഡേസി, അതുപോലെ തന്നെ ഹെറിംഗ് ബോൺ. ഈ സ്റ്റിച്ചും നമുക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് തന്നെയാണ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചും. പിന്നെ അതിൻ്റെ തന്നെ ഡബിൾ ഹെറിംഗ് ബോണ്, ക്ലോസ്ഡ് ഹെറിംഗ് ബോണ്, ഫെദർ സ്റ്റിച്ച്. ഇത് നമ്മൾ കോമൺ ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് ഇതൊക്കെ. ഡബിൾ ഫെദർ സ്റ്റിച്ച്, ചെയിൻഡ് ഫെദർ, ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഈ സ്റ്റിച്ച് നമ്മൾ കോമൺ ആയിട്ട് ഡ്രസ്സുകളിലൊക്കെ യൂസ് ചെയ്യണതാണ്. കൗച്ചിങ്, ഓവർകാസ്റ്റിങ്, റൊമാനിയൻ കൗച്ചിങ്, പിന്നെ ബുള്ളിയൻ നോട്ട്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡ്രസ്സുകളിൽ കാണുന്ന ഒരു സ്റ്റിച്ചാണ് ബുള്ളിയൻ നോട്ട്. ഇത് വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിലും നല്ല അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ള ഡ്രസ്സുകളാവും. സാറ്റിൻ, ഫ്രഞ്ച് നോട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്റ്റിച്ചാണ്. പിന്നെ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്, ഫേൺ സ്റ്റിച്ച്, ഐലറ്റ് ഹോള്, പിസ്റ്റൽ സ്റ്റിച്ച്, വൂവൺ റോസ്, സ്പൈഡർ വെബ്, സ്റ്റെം സ്റ്റിച്ച്, റൊമാനിയൻ സ്റ്റിച്ച്, ഷെവറോൺ സ്റ്റിച്ച്, ഫിഷ് ബോണ്, റൈസ്ഡ് ഹെറിംബോണ്, ഷീഫ് സ്റ്റിച്ച്, ലീഫ് സ്റ്റിച്ച്, ഫ്ലൈ സ്റ്റിച്ച്, ചേമന്തി സ്റ്റിച്ച്, റിബൺ സ്റ്റിച്ച്, സ്പ്ലിറ്റ് റിബൺ സ്റ്റിച്ച്. പിന്നെ റിബൺ എംബ്രോയിഡറി ആയിട്ടോ. ഇവിടെ നിന്ന് റിബൺ വെച്ചിട്ട് നമുക്ക് കുറച്ച് സ്റ്റിച്ചുകളൊക്കെ അവർ പഠിപ്പിച്ചു തരുന്നുണ്ട്. റിബണ്, വൂവൺ റോസ്, പിന്നെ സ്റ്റാർ റോസ്. ഇത് പിന്നെ നമ്മുടെ സർദോസി ഇല്ലേ, അത് വെച്ചിട്ടുള്ള കൗച്ചിങ് ആണ്. ഇത് കമൽ കടായ സ്റ്റിച്ച്. ഇത് നല്ല നല്ല രസമാണ് നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ. പിന്നെ റിംജിം ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണിത്. റിംജിം ത്രെഡ് വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്തിരിക്കണത്. ഇതും റിംജിം വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച്. ഇത് റിംജിം ത്രെഡ് വെച്ചിട്ട് കൗച്ചിങ് ചെയ്തത്.
ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ ചെയ്യാച്ച നല്ല രസമായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ അത് മെറ്റൽ ത്രെഡ് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റിച്ചുകളാണ്. മെറ്റൽ ത്രെഡിന്റെ സ്റ്റെമ്മ്, മെറ്റൽ ത്രെഡിന്റെ സിക്സാക്ക്, ഗ്ലൂ സ്റ്റോണ്, ജസ്റ്റ് സ്റ്റോൺ ഒട്ടിച്ചിട്ടുള്ള വർക്ക്. പിന്നെ ഇത് താരാബൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. പിന്നെ ഇത് കസൂത്തി വർക്ക്, പിസ്റ്റിൽ വിത്ത് സീക്വൻസ്. ഇത് നമ്മുടെ സീക്വൻസ് വെച്ചിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ ഇത് നമ്മുടെ ഷുഗർ ബീഡ് വെച്ചിട്ടുള്ള വർക്കാണ്. ഇത് മിറർ വർക്ക്, ഇത് മിറർ വിത്ത് ലേസി ഡേസി. ഇതൊക്കെ നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെയ്ത് കൊടുക്കാം. ഇത് പിന്നെ ആപ്ലിക് വർക്കാണ്. ഇതും ആപ്ലിക് തന്നെ, നെറ്റ് വെച്ചിട്ടുള്ള ആപ്ലിക്. ഇത് പിന്നെ ആരി വർക്കിന്റെ ബീഡ് വെച്ചിട്ടുള്ള കട്ട് ബീഡ് വെച്ചിട്ട് ആരി വർക്ക് ചെയ്തതാണ്. ഇത് നമ്മുടെ നോർമൽ, ഇതാണ് നമ്മുടെ ആരി വർക്കിന്റെ ബേസിക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തത്. ഇത് പിന്നെ സർദോസി വെച്ചിട്ട് നമ്മൾ സീക്വൻസ് വെച്ചിട്ട് അരി വർക്ക് കൊണ്ട് അരി നീഡിൽ വെച്ച് ചെയ്തതാണ്. ഇത് അരി വിത്ത് സർദോസി. പിന്നെ സീക്വൻസ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തത്. പിന്നെ ഇതും സീക്വൻസ് തന്നെ, ബോൾ സീക്വൻസ് വെച്ചിട്ട് ചെയ്തത്. ഇനി ഫാബ്രിക് പെയിന്റ് ആണ്. ഇതതിന്റെ ജസ്റ്റ് ഔട്ട്ലൈൻ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇത് ഫില്ലിങ് സ്റ്റിച്ചുകളാണ്, ജസ്റ്റ് പെയിന്റ് ഫില്ല് ചെയ്യുക. പിന്നെ ഇത് നമ്മുടെ പ്രൈമറി കളേഴ്സ് വെച്ചിട്ടുള്ളത്. ഇത് സെക്കൻഡറി കളേഴ്സ്, ടെർഷറി കളേഴ്സ്. പിന്നെ ഫാബ്രിക് പെയിന്റ് ഡോട്ട് വെച്ചിട്ട്. പിന്നെ ഇതൊരു കാന്ത വർക്കാണ്. ഇത് അവിടെ വെക്കേണ്ടതായിരുന്നു, പക്ഷെ അവിടെ ഫില്ല് ചെയ്ത് പോകുന്ന കാരണം ജസ്റ്റ് ഇവിടെ വെച്ചു എന്ന് മാത്രം. അതുപോലെ കച്ച് വർക്കും. പിന്നെ ഫാബ്രിക് പെയിന്റ് ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാന്ന്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു റെക്കോർഡിലുള്ളത്. ജസ്റ്റ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. താങ്ക് യു.